ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇത്രയും ദിവസം ഒരു 65 days നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ഡീൽ ആൻഡ് ഐ എം സോ ഹാപ്പി ഐ വാസ് റിയൽ. സോ യാ, അതിനെപ്പറ്റി ഇങ്ങനെ കുറെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷെ ഇപ്പോൾ ഗെയിമെല്ലാം പൊളിയായിരുന്നു, ടാസ്ക് എല്ലാം നല്ലതായിരുന്നു. ഞാൻ ടാസ്ക് എല്ലാം ഭയങ്കര ജെനുവിനായിട്ട് കളിക്കുന്ന ആളാണ്. എനിക്ക് തോന്നിയോ അത് ഐ ഡോണ്ട് നോ, ലൈക്ക് ഓഡിയൻസ് എന്താ പറയുന്നത് അതിൽ സ്വീകരിക്കുന്നു. ഓഡിയൻസിനെല്ലാം പുറത്തു വന്നപ്പോൾ പുറത്തു വന്ന് ഇങ്ങനെ എല്ലാവരും ലവ്, എല്ലാവരും ഇഷ്ടം കണ്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാനായിട്ട് നിന്നത് എത്ര നന്നായിരുന്നു. ഐ മീൻ ഇത്രയും ലവ് എനിക്ക് കിട്ടിയത്. ഈ ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസിനും ഇതുവരെയായിട്ട് പോയപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പോകുന്നതിന് മുന്നേ എങ്ങനെയൊക്കെയായിരുന്നു ബിഗ് ബോസിനെ? കുറച്ച് ബിഹേവിയർ പാറ്റേൺ പല ആൾക്കാരും പല രീതിയിലുള്ള സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ്. സോ അതിലെങ്ങനെ വിജയിച്ച് നമ്മൾ നിൽക്കുന്നു, അല്ലെങ്കിൽ ദോഷങ്ങളിൽ നമ്മൾ നിൽക്കുന്നു, അതാണ് അത് അവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ ഞാൻ പോകും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസ്. എൻ്റെ ഒരു പവർ ടീമിന്റെ ഒരു പവറിന്റെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ സംഭവം ഞാൻ ഏകദേശം കപ്പടിക്കുന്നത് ഇഷ്ടമായിട്ട് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ലൈക്ക് ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് കണ്ടന്റ്, ഗുഡ് കണ്ടന്റ് എല്ലാമായിട്ട് കളിക്കുന്നത് സോ ഐ തിങ്ക് അതിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന കാര്യമായിരിക്കും. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്ക് അങ്ങനെയല്ല, എല്ലാവരും ഇഷ്ടമാണ്. എന്നാലും ഐ തിങ്ക് ഐ വിൽ മിസ് സിജോ, അർജുൻ, ചിഞ്ചപ്പൻ. സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, ബൈ.